ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അശോകന് തൻ്റെ മനസ്സിൽ ടെൻഷനാവണം കേട്ടോ. തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നു എന്നുള്ള ടെൻഷനാവണം കേട്ടോ. എന്നാൽ പ്രണവാണെങ്കിലോ പ്രണവിൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും തനിക്ക് വിട്ടുമാറാനാവാത്ത അത്രയും വേദന തന്നെ പ്രണവിനുള്ളിൽ വരികയാണ് കേട്ടോ. അങ്ങനെ പ്രണവ് തൻ്റെ റൂമിൽ ചെല്ലുന്ന പ്രണവിനെ ആകെ സമനില തെറ്റിപ്പോവാണ്. ശിവാനിയുമായുള്ള ആ ഒത്തുള്ള ആ നിമിഷങ്ങൾ പ്രണവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞൊരു സീനാണ് പ്രണവിൻ്റെ മുന്നിൽ കാണുന്നത്. അതായത് ശിവാനി പറയുന്നത്, ഞാൻ പച്ചക്കള്ളല്ല പറയുന്നത്, ഞാൻ ഇരട്ട കുഞ്ഞുങ്ങളുടെ ഒരു അമ്മയാണ്, എൻ്റെ 2 കുഞ്ഞുങ്ങളെയും നിധി കൊന്നു എന്ന് ആ ഒരു ലേബർ റൂമിൽ വെച്ച് പറഞ്ഞ ആ ഒരു രംഗവും, അതുപോലെ തന്നെ അതിൻ്റെ മുന്നേ തൻ്റെ കുഞ്ഞുങ്ങൾ താൻ ഇതുവരെ ഒരു ഇരട്ട കുഞ്ഞുങ്ങളാണ് എന്ന് വിശ്വസിച്ചതും അതിനുള്ള കാരണം എന്താണെന്നും ശിവാനി പറയുന്ന ആ ഒരു രംഗം കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് പ്രണവ് ഒരു ദിവസം റൂമിലോട്ട് വരികയാണ്. ആ സമയം ശിവാനിയാണെങ്കിലോ അവിടെ ഷെൽഫിൽ നിന്ന് എന്തോ എടുക്കാൻ വേണ്ടി കുനിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ പ്രണവാണെങ്കിലോ തൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാനായി താൻ ഒരു മുല്ലപ്പൂവും ഹലുവയും വാങ്ങിയിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ശിവാനിയാണെങ്കിലോ പ്രണവ് വരുന്നത് കാണുന്നില്ല. ഇതേ സമയം ശിവാനിയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്തോടു കൂടി പ്രണവിനെ അങ്ങ് ഉന്തി മാറ്റുകയാണ് ശിവാനി ചെയ്യുന്നത്. നീ എന്ത് പണിയാണ് ഈ കാണിക്കുന്നത്? നീ എന്താ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? അത് കേട്ടോടെ തന്നെ പ്രണവ് ശിവാനിയോട് പറയണേ, നിന്നെ അല്ലാതെ വേറെ ആരും ഞാൻ കെട്ടിപ്പിടിക്കാൻ, നീ എൻ്റെ ഭാര്യയല്ലടോ. എന്നാലും നീ എന്നെ എങ്ങനെ വന്ന് പേടിപ്പിക്കണമായിരുന്നോ? നിൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വയറ്റിൽ കിടക്കുകയാണ്. പ്രണവ് അർച്ചനും പ്രണവ് സിദ്ധാർത്ഥ് എന്നൊക്കെ പറഞ്ഞ 2 പേരുകൾ പറയുന്നുണ്ട് കേട്ടോ. ആ 2 മക്കൾക്ക് പോലും ഞാൻ പേരിട്ടതാണ്. അപ്പം നീ ആൺകുട്ടിയാണെന്ന് അങ്ങ് ഉറപ്പിച്ചോ? പിന്നെ നിന്നെപ്പോലെ നല്ല മിടുമിടുക്കനായ ആൺകുട്ടി തന്നെയാണ് എൻ്റെ വയറ്റിലുള്ളത്. അപ്പം നിനക്കൊരു പെൺകുഞ്ഞിനെ വേണ്ട, എനിക്ക് എൻ്റെ പ്രണവിനെ പോലെ നല്ലൊരു മിടുമിടുക്കനായ ഒരു ആൺകുട്ടിയെ മതി എന്ന് പറയുന്നത് കേട്ടോ. ഇതേ സമയം പ്രണവ് പറയണേ, എടോ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ച ഇന്നേ വരെ കണ്ടിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇന്നേ വരെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനോട് ഞാൻ ഇന്നേ വരെ സംസാരിച്ചിട്ടല്ലേ. എടോ, തനിക്കുള്ള ഹലുവയാണിത് എന്ന് പറഞ്ഞിട്ട് ഹലുവ കൊടുക്കുമ്പോൾ, അയ്യേ, ഈ പാതിരാത്രി ആരെങ്കിലും ഹലുവ കഴിക്കുമോ? എടോ, ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഭർത്താവ് മുല്ലപ്പൂവും ഹലുവയുമായി പാതിരാത്രി തൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തത്ര സന്തോഷമാണ് മനസ്സിൽ വരുന്നത്. അത് കേട്ട ഉടനെ, അയ്യേ, എനിക്കങ്ങനെ സന്തോഷമൊന്നും വരില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ ഭൂമിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഭർത്താവിൻ്റെ സാമീപ്യം നീ ആഗ്രഹിക്കുന്നില്ലേ? അത് കേട്ട ഉടനെ ശിവാനി തപ്പിപ്പിടിച്ച്, പിന്നെ അതാഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്ക് വലുത് എന്ന് ശിവാനി പറയുന്നുണ്ട് കേട്ടോ. ഈ സമയമാണെങ്കിലോ പ്രണവ് ഇങ്ങനെ ശിവാനിയോട് പറയണേ, എന്തായാലും ഞാൻ നിനക്ക് വേണ്ടി മുല്ലപ്പൂ ഹലുവയും മേടിച്ചല്ലോ. ഓ, അതെന്താ, ഞാൻ കഴിച്ചോളാം, എനിക്കിഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് താനത് സന്തോഷമുള്ളതുപോലെ അഭിനയിച്ചിട്ട് അത് വാങ്ങണം കേട്ടോ. എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ കള്ളൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും കൂടി അഭിനയിക്കാം എന്നും പറയണം കേട്ടോ. പിന്നീടാണെങ്കിലും ശിവാനി അതങ്ങ് വെച്ച് നിവർന്ന് നിൽക്കുമ്പോഴേക്കും പ്രണവ് അവിടെ കുമ്പിട്ട് നിൽക്കണം കേട്ടോ. അതായത് താഴെ ഇങ്ങനെ നിലത്തിരുന്നിട്ട് ശിവാനിയുടെ വയറ്റത്തോട്ട് തൊടാൻ വരുമ്പോഴേക്കും ശിവാനി ഒരൊറ്റ തട്ട് പ്രണവിനെ അങ്ങ് തട്ടണം കേട്ടോ. ഇതോടുകൂടി, പ്രണവ്, നീ എന്താ ഈ കാണിക്കുന്നത്? ഞാനെന്ത് കാണിച്ചു? എൻ്റെ ഭാര്യ, എൻ്റെ മക്കളോട് അച്ഛനായ എനിക്ക് എന്തെങ്കിലും 2 വാക്ക് പറയണ്ടേ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നീ പേരിട്ടു എങ്കിൽ ഈ അച്ഛൻ അറിയണ്ടേ അവരുടെ അച്ഛൻ ആരാണെന്നും അച്ഛൻ്റെ ശബ്ദം എന്താണെന്നും അച്ഛൻ 2 വാക്കുകളും പറയണ്ടേ എന്നൊക്കെ അങ്ങ് പറഞ്ഞ് വീണ്ടും ശിവാനിയുടെ വയറ്റിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഉടൻ തന്നെ ശിവാനി പറയണേ, പ്രണവ്, നീ എന്ത് ചെയ്യുന്നു? ഒന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് തട്ടി മാറ്റുകയാണ് കേട്ടോ. ഈ സമയം പ്രണവ്, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഒരച്ഛനായ എനിക്ക് ഇതൊന്നും ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ പാടില്ലേ? എൻ്റെ ഭാര്യയല്ലേ നീ എന്ന് പറയുമ്പോൾ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, നിനക്ക് നിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാം. പക്ഷേ ഡോക്ടർ പറഞ്ഞത് നീ ഓർക്കുന്നോ? ശരീരത്തിൽ തൊട്ടുള്ള കളിയോ അടുത്ത കിടക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ലെന്ന്. നിനക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പ്രണവ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അന്ന് പ്രണവിനോട് ശിവാനി പറഞ്ഞ ആ കള്ളത്തെക്കുറിച്ച് പ്രണവ് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. വയറ്റിൽ കെട്ടിവെച്ചത് പേടാണെന്ന് അറിയാതിരിക്കാൻ താൻ കളിച്ച നാടകങ്ങളൊക്കെ ശിവാനിയുടെ ഉള്ളിലൂടെ പ്രണവിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവാണ് കേട്ടോ. അങ്ങനെ പ്രണവ് ആ ബെഡിൽ കിടന്ന് പൊട്ടിക്കരയാണ്. തനിക്ക് നെഞ്ച് മുറുകുന്ന അത്രയും വേദന. താനൊരു കോമാളിയാണല്ലോ. എല്ലാവരും ചോദിക്കുമ്പോൾ ഒരു ഭർത്താവ് 6 മാസം ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടും അത് കെട്ടിവെച്ചത് പേടാണെന്നുള്ള സത്യം കിഴങ്ങനായ ഭർത്താവിന് അറിഞ്ഞില്ലല്ലോ
എന്നാലോ ആളുകൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രണവ് ആ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ ശിവാനിയും പ്രണവും തമ്മിൽ ഒരുമിച്ചുള്ള ഒരുപാട് ഫോട്ടോസുകൾ ആ ഭിത്തിയിൽ ഇങ്ങനെ തൂക്കി വെച്ചതായിരിക്കും കേട്ടോ. അത് കാണുന്ന പ്രണവിനെ അങ്ങ് കലി അടക്കാൻ കഴിയുന്നില്ല. പ്രണവ് ആ ഭിത്തിയിലുള്ള ഫോട്ടോസുകളെല്ലാം അടക്കി പെറുക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗൗതമും നിധിയും പാറുവും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പാറു പറയാണ്, എന്നാലും എൻ്റെ മക്കളെ, നിങ്ങൾ രണ്ടുപേരും എൻ്റെ അരികത്തോട്ട് എത്തിയപ്പോൾ ഈ അമ്മയ്ക്കിപ്പോൾ വേറൊരു മനസ്സമാധാനം നഷ്ടപ്പെട്ടു. എൻ്റെ പൊന്നുമോൻ പ്രണവിൻ്റെ അവനാകെ കുടിച്ച് ലക്ക് കെട്ടാണ് വരുന്നത്. അവന് യാതൊരുവിധ സമാധാനവുമില്ല. അവൻ്റെ കുടുംബജീവിതം പോയി. കുഞ്ഞുങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന അവന് കുഞ്ഞുങ്ങളുമില്ല. അവനൊരു കോമാളിയെപ്പോലെ ഒരു ഭാര്യയുടെ മുന്നിൽ പറ്റിക്കപ്പെടുകയാണ് ചെയ്തത്. എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ എത്തിക്കാനൊക്കെ കാരണക്കാരി ആ വസുന്ധരയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നിധിയാണെങ്കിലോ, അമ്മേ എന്തായാലും ഇപ്പോൾ ശിവാനിക്കുള്ളിൽ നിന്നും പ്രണവ് രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ ആ സമയം തന്നെ ഇവിടെ ഇങ്ങനെ ഗൗതമു പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ ചിന്തിക്ക്. എന്തായാലും അമ്മ ഒരു കാര്യം ചെയ്യും, പ്രണവിന് വേറൊരു വിവാഹം ആലോചിക്ക്. അതിന് ഇനി വൈകിക്കാൻ പാടില്ല. പ്രണവിൻ്റെ വിവാഹാലോചന പെട്ടെന്ന് നടത്താൻ നോക്കണം. ഞാൻ നിൻ്റെ അച്ഛൻ വിളിക്കട്ടെ, സിംഗപ്പൂരിൽ നിന്ന് നിൻ്റെ അച്ഛൻ വിളിക്കുമ്പോൾ വിവരങ്ങൾ ഞാൻ പറയാം എന്ന് പറയുമ്പോൾ കാണാം അങ്ങോട്ടേക്ക് വസുന്ധര ചാടിത്തുള്ളി വരുന്ന കേട്ടോ. വസുന്ധര ദേഷ്യത്തോടു കൂടി വരികയാണ്. വസുന്ധര വന്നിട്ട് പറയണേ, നിങ്ങൾ എന്ത് കാണാനാണ് ഇവിടെ ഇരിക്കുന്നത്? എത്ര നേരമായി എനിക്ക് വിശക്കുന്നു. ഇന്നെന്താ ഇവിടെ ആർക്കും വെള്ളം കുടിയും ഭക്ഷണവും ഒന്നും വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പാറു ദേഷ്യത്തോടു കൂടി, എന്താ വസു, എങ്ങനെയാണ് വസു നിനക്കിത് ചോദിക്കാൻ കഴിയുന്നത്? ഇതുവരെ നമ്മുടെ മോൻ ഗൗതമിനായിരുന്നു വിഷമങ്ങൾ, എന്നാൽ ഇന്ന് പ്രണവിനായിരുന്നു. പ്രണവിൻ്റെ കുടുംബജീവിതമാണ് തകർന്നിരിക്കുന്നത്. ശിവാനി എന്ന ഒരു പെണ്ണ് ഈ വീട്ടിൽ നിന്ന് പോയത് എല്ലാവർക്കും സന്തോഷം തന്നെ. പക്ഷേ അവൾ എൻ്റെ കുഞ്ഞിനെ 6 മാസം ഒരു ഭർത്താവായിട്ടും ഒന്നും അറിയാതെ ഒരു പൊട്ടനെ പോലെ ആളുകളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാക്കി മാറ്റിയത് നീയല്ലേ? ഇതിൽ നിനക്കും പങ്കുണ്ടോ? അത് കേട്ട ഉടൻ തന്നെ വസുന്ധര പറഞ്ഞ, ഏട്ടത്തി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഞാൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ് എനിക്കിതിൽ പങ്കില്ലാന്ന്. പിന്നെ എന്തിനാ ഏട്ടത്തി വീണ്ടും ഒരു സംസാരം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൻ്റെ മനസ്സിൽ വലിയൊരു വേദന തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പ്രണവ് വരുന്നു കേട്ടോ. പ്രണവാണെങ്കിൽ അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച് ഉറക്കെ ദേഷ്യത്തോടു കൂടിയാണ് വരുന്നത്. അപ്പോൾ പ്രണവിനെ കാണുന്ന പാറു, മോനെ പ്രണവ് എന്താ നിനക്ക് പറ്റിയത്? അപ്പോഴേക്കും തൻ്റെ കൈകളിൽ ഇരിക്കുന്ന ഒരുപാട് ഫോട്ടോസുകൾ ഉണ്ടാവും കേട്ടോ. ശിവാനിയും പ്രണവും കൂടെ ഒരുമിച്ചുള്ള ഫ്രെയിം ചെയ്യിപ്പിച്ച ആ ഫോട്ടോകൾ എല്ലാം കൂടി അങ്ങ് ദേഷ്യത്തോടു കൂടി നിലത്തറിഞ്ഞ് അങ്ങ് പൊട്ടിക്കാണ് കേട്ടോ. ഈ താടക ഇനി എൻ്റെ കൺമുന്നിൽ ഉണ്ടാവാൻ പാടില്ല. ഈ ശകുനി, അത് ശകുനി തന്നെയാണ്. എനിക്കിനി അവളെ കാണണ്ട. ഇവളുടെ എല്ലാ ഓർമ്മകളും എന്നിൽ നിന്ന് നശിപ്പിച്ച് കളയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇവളെന്ന വ്യക്തി എനിക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന നിധിയും ഗൗതമും അതുപോലെ പാറുവൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. കൂടെ വസുന്ധരയും കേട്ടോ. അങ്ങനെ ഈ സമയം പ്രണവ് കാട്ടിക്കൂട്ടുന്നത് അത്രയും ദേഷ്യത്തോടു കൂടിയാണ്. ഇതേ സമയം പ്രണവ് ചോദിക്കുകയാണ്, അല്ലമ്മേ ഇന്നിവിടെ ആർക്കും ജലപാനൊന്നും വേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ പാറു പറയാണ്, മോനെ അത് തന്നെയാണ് പ്രണവേ ഞാൻ ഇവരോടൊക്കെ ചോദിക്കുന്നത്. ഇവരിപ്പോൾ ഇന്നത്തെ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും കഴിക്കുന്നുമില്ല. ഇവരിങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അത് കേട്ടുടൻ തന്നെ പ്രണവ് പറയണേ, എന്താ അമ്മേ ഇവിടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ആ വൃത്തികെട്ടവൾ പോയി എന്ന് വെച്ച് നമ്മളെല്ലാവരും പട്ടിണി കിടക്കുന്ന മരിക്കണം എന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മ ഭക്ഷണം എടുത്ത്, അത് മോനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല ഈ അമ്മ, അതെനിക്ക് നന്നായി അറിയാലോ എന്ന് പറയുമ്പോൾ ആരോ ബെല്ലടിക്കുന്നു കേട്ടോ. അങ്ങനെ പ്രണവ് പുറത്തോട്ട് പോവുകയാണ്. ആ സമയം ആരായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നവർ പരസ്പരം കൈകൊണ്ട് കാണിക്കുമ്പോൾ പ്രണവ് കാണാം പൊതിയുമായി വരുന്നത് കേട്ടോ. ഭക്ഷണത്തിൻ്റെ പൊതിയുമായിട്ടായിരിക്കും പ്രണവ് വരുന്നത്. അപ്പോൾ അത് കണ്ടതിനോടുകൂടി വസുന്ധര ചോദിക്കുക, പ്രണവ് ഇതെന്താ നിൻ്റെ കയ്യിൽ? അത് കേട്ട പ്രണവ് പറയാണ്, അമ്മേ ഈ ഭക്ഷണമെല്ലാം ടേബിളിൽ കൊണ്ടുവച്ച് ഇത് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ്. ഇവിടെ ഇന്ന് ആരും ഭക്ഷണം കഴിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യിപ്പിച്ച ഭക്ഷണമാണ്. എൻ്റെ ജീവിതം ഇന്ന് മനസ്സമാധാനത്തോടു കൂടി ഇനി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നും പറഞ്ഞിട്ട് പ്രണവ് ആ ഭക്ഷണം നിധിയുടെയും പാറുവിൻ്റെയും കൈകളിൽ കൊടുക്കുമ്പോൾ അവരെല്ലാം കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വരികയാണ് കേട്ടോ. കൂടെ വസുന്ധരയെ. അങ്ങനെ വസുന്ധര പതിവ് പോലെ
പോലെ താനിരിക്കുന്ന സീറ്റിലോട്ട് അങ്ങ് ഇരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പ്രണവ് പറയാം, നിങ്ങളെന്തിനാ ഞാൻ വാങ്ങിച്ച ഭക്ഷണത്തിന് മുന്നിൽ വന്നിരിക്കുന്നത്? അത് കേട്ട ഉടൻ തന്നെ എന്താ മോനെ നീ പറയുന്നത് എന്ന് പാറു പറയുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയാണ്, ഇവർ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഭക്ഷണം കഴിക്കില്ല, ഈ വീട്ടിൽ ആർക്കും ഞാൻ ഭക്ഷണം തരില്ല എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് അമ്മേ ഇവരോട് എൻ്റെ മുന്നിൽ നിന്ന് മര്യാദക്ക് പോവാൻ വേണ്ടി പറഞ്ഞോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന വസുന്ധര വല്ലാത്ത വേദനയാവണ്. താൻ ആ വീട്ടിൽ വല്ലാതെ അങ്ങ് ഒറ്റപ്പെട്ടു പോവാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എപ്പിസോഡൊക്കെ ഇനി വരാനിരിക്കുന്നുണ്ട്.